കാണിച്ചടാ അത് അല്ല ഇത് കാണിച്ചടാ കാണിച്ചേ കാണിക്ക് ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഗുഡ് ഡേ വ്ളോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ ഇന്നത്തെ യാത്രയെന്ന് പറയുന്നത് ഇടുക്കി ജില്ലയിൽ തന്നെയുള്ള ആനക്കുളം എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. ഇതിനു മുന്നേ ഒരു 4 വർഷം മുമ്പ് ഞാനും അഖിലും ഇവിടേക്ക് പോയിട്ടുണ്ടെങ്കിലും ആനകളെ കാണുവാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. എങ്കിലും ഇന്നത്തെ യാത്ര വളരെയധികം പ്രതീക്ഷകൾ നൽകുന്നതാണ്. ഇടുക്കി ജില്ലയിലെ മാങ്കുളത്തിനടുത്തുള്ള ആനക്കുളം വ്യൂ പോയിൻ്റ് ആണ് ഞങ്ങളുടെ ലക്ഷ്യം. പ്രകൃതി സൗന്ദര്യവും വന്യജീവി കാഴ്ചകളും ഒരുമിക്കുന്ന കേരളത്തിലെ അപൂർവ വിനോദസഞ്ചാര കേന്ദ്രമാണ് ആനക്കുളം എന്ന് പറയുന്നത്. ഇവിടെ വനത്തിൽ നിന്നുള്ള കാട്ടാനക്കൂട്ടങ്ങൾ ദിവസേന വൈകുന്നേരങ്ങളിൽ ഒരു ചെറിയ തോടിലേക്ക് വെള്ളം കുടിക്കാൻ എത്തുന്നത് ഈ സ്ഥലത്തിൻ്റെ പ്രധാന ആകർഷണമാണ്. ഈ ഒരു വൈബിൽ അല്ലേ ചെയ്യാൻ പോവാണ് ഗൈസ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് അടിക്കാൻ പോവാണ് രാവിലെ. മൂന്നാർ ചെറിയ തണുപ്പൊക്കെ ആയിട്ട് നല്ല ക്ലൈമറ്റ് കേട്ടോ, അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉണ്ട്. പ്ലേറ്റ് എടുത്തുണ്ടോ? മറിക്കാനാ? അല്ല മറിക്കാനല്ല, ഇല്ലാതെ ഇപ്പം എടുത്തല്ല ഡിക്കിലല്ലേ ഫോണെല്ലാം പറന്നോളില്ലേ, പ്ലേറ്റ് ഒക്കെ പറന്നോളില്ലേ. എക്സ്ട്രാ കറക്കം കറങ്ങി അത് കുഴപ്പമില്ല. ഇങ്ങനെ മറിച്ചിട്ട് പോലെ ഇതല്ല, ഇതിന്റെ അപ്പുറം ചാടിക്കടന്നവനാണ് ജോസ്. എന്താണത് വയ്യേ? ഇല്ല, എന്താണത് പ്രതിമോലിക്കണ? ഇല്ലടാ, വീഡിയോ എടുക്കാനുള്ള സത്യം ഇട്ട് എടുക്കള്ള. ഇനി ഏത് ബാഗ്? എന്റെ ബാഗ് മാത്രമേ ഉള്ളൂ. ആ ബാഗ് മാത്രമേ ഉള്ളൂ. നിന്റെ ബാഗാ? അതെവിടെ? അതൊക്കെ അകത്തല്ലേ? ഇല്ല, അപ്പൊ പിന്നെ നീ കയറിയിരിക്കൂ. ഡ്രൈവറായി പോയില്ല, ഇങ്ങനെ അടുത്ത് പുറത്ത് കളഞ്ഞിട്ട് ഞങ്ങൾ പോയാനേ. വെള്ളം ചാടണത്, താഴെ വെള്ളച്ചാട്ടം, കുഞ്ഞു 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 ചാലരുവികള്. ഞാൻ പറഞ്ഞില്ലേ പിന്നെ
കിടില മഴ, മൂന്നാറ് മഴയാണ് ഗൈസ്. മഴ മഴ മഴയോട് മഴയാണ് ഗൈസ്. മഴയത്തുള്ള ഡ്രൈവിംഗാണ്. ഇതവിടെ കലാകാരൻ രമേശ്. ഇല്ല ഫ്രണ്ടോ സെറ്റാണ്. ഫ്രഷ് എയർ ഇങ്ങനെ കയറിയപ്പോണ്ടല്ല കിളിയൊക്കെ പറന്നു പോയിരുന്നു 2 ജനലേ കൂടി പുറത്തോട്ട്. മഴ അടിപൊളി സ്ഥലം. ഗവൺമെൻറ് UP സ്കൂൾ ലക്ഷ്മി മൂന്നാർ. ഇതെന്ത് സാധനമാണെന്ന് പറയാമോ ഗൈസ്? എടാ മുണ്ടാണ്ടിരിക്കട അവർ. അപ്പോൾ ഗൈസ് നമ്മളിത് ഇവിടെ നമ്മൾ ആനക്കുളത്തേക്ക് പോകുന്ന വഴിക്ക് ഇവിടെ ഒരു അടിപൊളി പ്ലേസ് കണ്ടു. അങ്ങനെ നോക്കിയാണ്. മോനെ ഒരു ഹായ് പറഞ്ഞ മോനെ. ഹായ്. അഖിൽ മോനെ അവിടെ പോയി വീഡിയോ എടുക്കുന്ന തിരക്കിലാണ്. ഇതാണ് നമ്മുടെ അർജുൻ കുട്ടൻ. ഹായ് പറയൂ മോനെ. ഹായ്. എനിക്ക് ഷോക്ക് അടിച്ച് ഞാൻ ഉഴപ്പിടിക്കും. എവിടാ അതിനൊക്കെ സമയം കിട്ടുമോ എനിക്ക്? ആരാ എടാ ആക്ച്വലി എടാ നല്ല സ്ഥലം സ്ഥലം അല്ലേ? അഖില ഇവിടുന്ന് പോവാന്നോളല്ലേ കണ്ടിട്ട്? അഖിലേ അതാ പറഞ്ഞു ഇവിടുന്ന് പോവാന്നോ. എനിക്ക് മരത്തിൻ്റെ അടിയൊക്കെ പോയി ഇരിക്കാൻ തോന്നിയില്ല അവിടെ. ഇതുണ്ടോ ആനയുടെ മറ്റേ ഷോക്ക് ഇട്ടേക്കുന്നുണ്ടോ? ആനക്ക് ഇത് കൊടുത്തേക്കുന്നുണ്ടോ? ആന ഇങ്ങോട്ട് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കറണ്ട് കൊടുക്കുന്ന സ്ഥലമാണേ ഈ കാണുന്നത്. മാമൻ എത്രയിലുണ്ട്? ഞാൻ 71. ഇതിലൊക്കെ ബീറ്റല്ലേ ഇടുള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ല. നോ പ്രോബ്ലം. ഇല്ല കുഴപ്പമില്ല, സംസാരിച്ചാലും വരും, ഞാൻ മാറ്റൊന്നുമില്ല. അയ്യാ മാമ മോനെ. അല്ല ഒരു കുഴപ്പമില്ല, നീ ചോദിക്ക്. പറടാ, ചോദിക്കടാ. പിന്നെ എന്താണ് ചോദിക്കാനുള്ള പറ. ഇടുക്കി ജില്ലയിലെ മനോഹരമായ ആനക്കുളം എന്ന പ്രകൃതി സൗന്ദര്യത്തിൻ്റെ സ്വർഗത്തിലേക്കാണ് മാങ്കുളത്തിൽ നിന്ന് പച്ചപ്പാർന്ന മലനിരകളും വനപാതകളും കടന്ന് ഈ മനോഹര സ്ഥലത്തേക്ക് എത്തുന്നത്. കേരളത്തിലെ അപൂർവമായ ഒരു സ്ഥലമാണിത്. കാരണം വനത്തിൽ നിന്ന് കാട്ടാനക്കൂട്ടങ്ങൾ ദിവസേന ഈ പ്രദേശത്തെ തോടുകളിലേക്ക് വെള്ളം കുടിക്കാനെത്തുന്നു. പ്രകൃതിയുടെ മടിത്തട്ടിൽ സ്വതന്ത്രമായി സഞ്ചരിക്കുന്ന ആനകളെ കാണാനുള്ള അപൂർവ അവസരമാണ് ഇവിടെ ലഭിക്കുന്നത്. മലനിരകളും വനങ്ങളും ഒഴുകുന്ന അരുവികളും ചേർന്ന് ആനക്കുളത്തെ ഒരു പ്രകൃതി ചിത്രമാക്കി മാറ്റുന്നു. യാത്രയുടെ ഓരോ നിമിഷവും മനസ്സിനെ കുളിർമയാക്കുന്ന അനുഭവമാണ്. ജീപ്പ് സഫാരിയും ഓഫ് റോഡ് യാത്രയും ഇവിടുത്തെ മറ്റൊരു പ്രധാന ആകർഷണമാണ്. പശ്ചിമഘട്ടത്തിൻ്റെ പച്ചപ്പാർന്ന മലനിരകളുടെ മനോഹര ദൃശ്യം സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ കാട്ടാനകളെ കാണാനുള്ള അവസരം കൂടി ലഭിക്കുന്നതാണ്.
വൈകുന്നേര സമയമാണ് ഇവിടെ സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യം. ഈ സമയത്താണ് കാട്ടാനകളെ കാണുവാനുള്ള സാധ്യത കൂടുതലുള്ളത്. നിരവധി സഞ്ചാരികളും പ്രകൃതി പ്രേമികളും ഈ കാഴ്ച നേരിൽ കാണുവാനായി ഇവിടെ എത്താറുണ്ട്. ആനക്കുളം ഒരു വിനോദസഞ്ചാര കേന്ദ്രം മാത്രമല്ല, മനുഷ്യനും പ്രകൃതിയും വന്യജീവികളും സഹവസിക്കുന്ന അത്ഭുതകരമായ ഒരിടം കൂടിയാണ്. പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്ക് ഒരിക്കലും മറക്കാനാവാത്ത അനുഭവം സമ്മാനിക്കുന്ന സ്ഥലമാണ് ആനക്കുളം. പ്രകൃതിയുടെ ഹൃദയത്തിലേക്ക് ഒരു യാത്ര, അതാണ് മാങ്കുളം ആനക്കുളം യാത്ര. ഞങ്ങൾ കൃത്യസമയത്താണ് എത്തിയെന്ന് തോന്നുന്നു. കാരണം ആന വരുന്നതിൻ്റെ സൂചകമായിട്ട് ഫോറസ്റ്റ് സെക്യൂരിറ്റി ഗാർഡ് അവിടെ വിസിലടിക്കുന്ന പതിവുണ്ട്. ഇന്ന് ആ വിസിൽ മുഴങ്ങി കേട്ട സമയത്ത് തന്നെയാണ് ഞങ്ങളിവിടെ എത്തിയത്. ഇതാ പറഞ്ഞു തീർന്നില്ല, അതിനു മുന്നേ തന്നെ ആനകളുടെ വരവുമായി. ഈ മഴയുള്ളതുകൊണ്ടാണ് ഹോൾഡ് ചെയ്യണ. ഒന്ന് രണ്ട് മൂന്ന് മൂന്നെണ്ണം ഉണ്ടോ എടാ? അത് മഴ വീണുണ്ടാ കാണിക്കണ കണ്ടാ? വെള്ളം കുടിക്കണോ വേണ്ടെന്നൊക്കെ ആലോചിക്കുന്നുണ്ട്. മൂത്രം ഒഴിക്കണം. എന്താടാ ആന പിണ്ടോടുമ്പോഴാണോ വിളിക്കണത്? അഖിലേ, ഈ പവർ ബാങ്ക് ഒന്ന് കമത്തിച്ച്. ഇല്ല കുഴപ്പമില്ല. എടാ കുട്ടിയാനെണ്ട്രാ ഒരെണ്ണം. എടാ കുട്ടിയാനെണ്ട്രാ ഒരെണ്ണം. ആവൂ നാളെ ഇത് കാത്തിരുന്നു. ആവൂ വനണ്ടാ എടാ, ഏത് ചെറുതും കൂടി വനണ്ടാ. അടുത്തരാലോ അഖിലേ, ഫൈനലി മഴ പെയ്യുന്നുണ്ടടാ. വരും ഇറങ്ങി വരും. ഇന്നിവിടെ കൂടും രാത്രി. എല്ലാവരും കൂടി ഇറങ്ങോടെ നിങ്ങൾ. നല്ല മഴ. അവിടെ സിബെന്ന് പറഞ്ഞാൽ ഈ സിബ് ഇവിടെ സിബെന്ന് പറഞ്ഞാൽ സിബ് നോക്കണം. ഇവിടെ ഓക്കെ, താങ്ക് യു.
ഒരു പീക്കിരി ഉണ്ടറാ, ഒരു തീരെ ചെറുത് പറഞ്ഞു അല്ലേ? തീരെ വലുത്. മഴ മാറട്ടെ. താങ്ക് യു. കൊള്ളാല്ലേ? ഒരു സിംഗിൾ ഫാമിലി. കാട്ടാനോ? ആടെ കൂട്ടാ കാട്ടാനാണ്. അധികം സൂമാകേണ്ട കാര്യമില്ല. അടുത്തെത്തി. വെള്ളത്തൂടെ ചവിട്ടറിയാം. ഒരു ഫാമിലിയാടാ. ഫാമിലിയാണ്. അവിടെ നിന്ന് മാത്രം കുടിക്കത്തുള്ളൂ. സ്മെല്ല് വന്നുണ്ട്.
ഒരു സ്കൂൾ പൊട്ടി ഞാൻ ചിന്നങ്ങളെ കാണിച്ചിരിക്കുന്നു പിന്നല്ലാണ്ട് ചേട്ടനാണ്ടിട്ടില്ലേ അവനുണ്ട് പക്ഷെ ഇങ്ങനെ വെള്ളം കുടിക്കുന്നതും ആദ്യമായിട്ട് കുഴി കൂടുതലുള്ളത് അല്ലേ? ആ കുഴി കൂടുതലുള്ളത് ഇതാണെന്ന് തോന്നുന്നുണ്ട്, കൊമ്പനാണെന്ന് തോന്നുന്നുണ്ട്. ഇത് കുഴി കൂടുതലുള്ളത് ഇപ്പുറത്തെ സൈഡ്. ഇപ്പോഴത്തെ പെണ്ണോ ആയിരിക്കും. അത്രയും പിടി പിടിക്കുമല്ലേ? എസ്റ്റി കണ്ടെടുത്ത് പവർ മറ്റേ ചേച്ചി പറഞ്ഞു കേട്ടില്ലേ, ഒരു രാത്രി ഫുള്ള് കിട്ടുന്നുണ്ടാവും. ചിലപ്പോൾ ഒരു ദിവസമൊക്കെ, ചിലപ്പോൾ 2 ദിവസമൊക്കെ അങ്ങനെ തന്നെ നിങ്ങളെ. ഇവിടെ ഞാൻ പണ്ട് നേരത്തെ ആരോ പറഞ്ഞിട്ടുണ്ട് 3 ദിവസം അങ്ങനെ കഴിഞ്ഞിട്ടൊക്കെ പോയിരുന്നു. അങ്ങനെ തന്നെ നിൽക്കും. അങ്ങനെ തന്നെ വരും. ഇവിടെയൊക്കെ തങ്ങി കിടക്കും. വെള്ളം കുടിച്ച് കഴിഞ്ഞിട്ട് ആ കുഞ്ഞിനെ കണ്ട എന്ത് രസമല്ലേ? എൻ്റെ ഡെയിലി കാണിക്കാൻ നോക്കിയടാ, വെള്ളം ചീറ്റിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ.
പുള്ളിക്ക് കിട്ടണില്ല. പുള്ളി വലിച്ചെടുത്തിട്ട് അങ്ങോട്ട് കിടക്കതേ ഇല്ല. ഇതില് ഇതില് കേൾക്കുന്ന കൊണ്ട് കണ്ടിട്ട് കേക്ക് പിടിക്കാനോ അങ്ങോട്ട് ചെന്നാ മതി. എടുത്ത് കല്ലുമ്മ വെച്ച് അലക്കും. അലക്കൂല, നേരത്തെ ഇരുന്നോളെ. വാട്ടർ ബാറ്റിൽ അവിടെ പോയിനെടുത്താൽ പോലും എൻ്റെ ഫോണിന് എത്ര ക്ലാരിറ്റിയില്ല. എന്ത് രസോടാ കുഞ്ഞ്, ക്യൂട്ട്. രണ്ടു മൂന്നാല് പിക്കും കൂടെ എടുത്തോട്ടോ. അതോട്ടാണോ? അതോട്ടാണോ? രണ്ടും ഫീമെയിലാ, രണ്ടും ഫീമെയിലാടാ. ഹലോ, രണ്ടമ്മച്ചിമാർക്ക് രണ്ട് പുത്രന്മാർ, അല്ലെങ്കിൽ കൊച്ചുങ്ങൾ പെണ്ണാവാം ആണാവാം.
അവിടെ സ്പോട്ട് മാറിയണ്ടടാ, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ട് ചേഞ്ച് ചെയ്യണ്ട, സ്പോട്ട് മാറ്റിയണ്ട. ആ ചെറുതിനെ എനിക്ക് ചെറുതിനെ എനിക്ക് ഇഷ്ടപ്പെട്ട്. ഇതേ മുങ്ങണണ്ടടാ ചെറുത്, അതിന് കുറേ അടവുകൾ കിട്ടിയിട്ടുണ്ട്. കൊമ്മളവനുണ്ട തുമ്പിക്കയും. അമ്മേ ഇവിടെന്ന് അങ്ങനെയല്ല, ഞാൻ പഠിപ്പിച്ചു തരാമെന്ന് പറയണേ. ആ കുട്ടിച്ചൻ്റെ ആ സെറ്റപ്പ് ഉണ്ടടാ അതിൻ്റെ ഇടയിൽ കിടന്ന്. ഇതേടാ ഇതേ കംപ്ലീറ്റ് മുങ്ങി കിടക്കണ്ട. ഇത് നോക്കി മുങ്ങി കിടക്കണ്ട, അത് നോക്കി ഇതുണ്ട്. അതേ കാണിക്കണം, നോക്കി അതേ കടിക്കണം പിടിച്ച്. എന്താടാ ഇടിക്കണണ്ട ഇടിച്ചു മാറ്റിയാണ്ട. കല്ല് മാറ്റണടാ. ഇതേടാ കുടിക്കണ കണ്ട. കുഞ്ഞാറത് പേടിയുണ്ട്, പക്ഷെ പേടിയില്ല അറ്റാക്ക്. അത് വേറെ അല്ലേ, അതുകൊണ്ടല്ലേ നീ കണ്ടിട്ടില്ല മറ്റേ പുലിനെ ഗർഭിനൊക്കെ മറ്റേ ജീപ്പിൽ പോകുമ്പോൾ കാണിക്കുന്നതാണ്. അഞ്ചൊന്ന് അറ്റാക്ക് ചെയ്യാത്ത കൂട്ടത്തോടെ ആൾക്കാർ വണ്ടിക്ക് പോകും. ബംഗാളിലൊരു സീനുണ്ട്. അത് പറയണതേ അവര് വിചാരിക്കുന്നില്ലേ ഇവര് വലിയ ടീമാണെന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ അതിന്റെ വണ്ടിയിൽ മാത്രമല്ല ഇറങ്ങിയില്ലേ ഫോട്ടോ എടുക്കുന്നവരുണ്ട്. എടാ കുഞ്ഞാനയുടെ വായില് ചെറിയ കൊമ്പ് പോലെ പല്ല് കണ്ട. കണ്ട് അടിപൊളി അടിപൊളി. കൊമ്പനാണ് അത്, കൊമ്പന വളർന്നു വന്നൊരു കൊമ്പന. ആനക്കുളത്ത് നിന്നും കുറച്ച് മാറിയുള്ള ഒരു ഹോം സ്റ്റേയിലാണ് ഞങ്ങൾ റൂം എടുത്തിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ആഹാരം ഉണ്ടാക്കി കഴിക്കണം, നല്ല വിശപ്പുണ്ട്. നമുക്കിവിടെ കാടിനെ എടുക്കാൻ വേണ്ടിയിട്ട് പ്രാണിയുടെ സെറ്റുണ്ട്. അതുകൊണ്ട് മസ്കിറ്റോ റിപ്പലൻ്റൊക്കെ കത്തിച്ച് വെച്ചിട്ടാണ് നമുക്കിവിടെ പരിപാടി. ചിക്കൻ മസാല ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. നമ്മൾ ആക്ച്വലി ഉദ്ദേശിച്ച സാധനങ്ങളൊന്നും കിട്ടിയിട്ടില്ല. കുറച്ച് ഉപ്പൊക്കെ ഇട്ട് പോകണം. നീ പോയെ ആകെ അത്ര ഉള്ളു ക്യാപ്സിക്കം.
പണ്ട് തേങ്ങ ആ തേങ്ങ വെച്ചിട്ട് തേങ്ങ കറിക്കൊരു തേങ്ങ ഉണ്ടാവും. എന്റെ ഐഡിയ കാറിന് നോക്കണം. കാറിൽ നോക്ക് കാറിലുണ്ടോ ചിക്കൻ എടുക്കാം ഫ്രൈഡ് ചിക്കൻ കുറച്ച് ചിക്കൻ ചിക്കൻ്റെ റെസിപ്പി അല്ലാതെ വേറെ വ്യത്യാസമൊന്നുമില്ല. മല്ലി കുറേ വേണ്ടെന്ന് പറഞ്ഞു. അറിയാ പഞ്ചസാര മൂടി വെച്ചിട്ടുണ്ട്. സെറ്റാ കേസുണ്ടാ അടിപൊളി. നീ വേണോ അനക്ക് വേണ്ട ഞാൻ പിന്നെ അപ്പോൾ ഓക്കെ നമ്മുടെ പരിപാടി കഴിഞ്ഞേ അങ്ങനെ സാലഡ് അല്ലേ ഇരുന്നോളും അല്ലേ? വിനാഗിരിയിലല്ലേ ഇടണ? വിനാഗിരിയിലല്ലേ ഇടണം? ചിക്കൻ ഫ്രൈ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. ബേർഡ്സ് ഓഫ് ലിസ്റ്റം ചക്കമെടുക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായി. ഞങ്ങളുടെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഡിന്നർ ടൈമാണ് അല്ലേ കൂട്ടാ? ഡിന്നർ ടൈം അല്ലേ? പൊറോട്ട ആൻഡ് ചിക്കൻ കറി, ചിക്കൻ മസാല. പൊറോട്ട സൂപ്പറാണ്ടോ? പൊറോട്ട ഒരാൾ റബ്ബർ ഷീറ്റ് ഉണ്ടാക്കിയിട്ട് അടിച്ച് പരത്തി പോലെ ഉണ്ട്. സലാഡ്, ചിക്കൻ മസാല, ചിക്കൻ ഫ്രൈ, പെപ്സി ആണ്ടാ, തെറ്റിദ്ധരിക്കരുത് എടാ, പെപ്സിയാണത്, തെറ്റിദ്ധരിക്കരുത്. ഇത് പെപ്സി. അതെ ആ കണ്ണു വിളിച്ചോ. 3 ഉണ്ട്. എന്താണ് ആന അവിടെ തപ്പിത്തെരഞ്ഞെടുക്കുന്നത്? അങ്ങനെ ഞങ്ങൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു. നേരെ ഒന്ന് നടക്കാൻ ഇറങ്ങി കേട്ടോ. തിരിച്ച് ആനക്കുളത്തേക്ക് തന്നെ വന്നു. കാരണം നടക്കാനുള്ള ദൂരം ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. രാത്രിയിൽ അവിടെ ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴും കാണുന്ന കാഴ്ച, നേരത്തെ വന്നിരുന്ന ആനകൾ വീണ്ടും അവിടെ തന്നെ നിന്ന് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. സമയം ഏകദേശം ഒരു 11 മണി എടുക്കാറായിട്ടുണ്ട്. അത്ര സമയമായിട്ടും ഈ ആനകൾ അവിടെ നിന്ന് പോയിരുന്നില്ല. മാമന് ഇട്ടുണ്ടോ? കുഴപ്പമില്ലാണ്ട് ഇട്ടുണ്ടല്ലോ. ഇരുട്ടത്ത് കയറി പോവില്ലാണ്. പിന്നെ ആനക്ക് എന്തിട്ട് കഴിഞ്ഞ് കയറി പോണേ. ഓ അതിന്റെ കുഞ്ഞും കയറി പോണാണ്ട് എന്ത് രസമല്ലേ. അവിടെ മക്കളെ ഇനി വീട്ടിൽ പോകാൻ നമ്മൾ പിടിക്കണല്ലേ. ആ അതൊക്കെ വയറൊക്കെ നിറഞ്ഞത്. കാലൊക്കെ വെളുത്തേട്ടാ. ആടി മറ്റേ കള്ളു കുടിച്ചിട്ട് പോണ പോലെ ഉണ്ടല്ലോ. ആ ഫിറ്റായി. നീ നാളെ പോണോ ഇന്ന് പോണോ? വീട്ടിൽ പോണോ? രാത്രിയാ വീട്ടിൽ പോകാൻ പറ്റുന്നില്ല. നമുക്കല്ലേ ഈ രാത്രിയും പകലും കറക്റ്റ് ടൈമിന് വീട്ടിൽ കയറണമെന്ന് പറഞ്ഞത്. അവരുടെ ടൈം അതാണെങ്കിലോ. അതെ വേണോ? വേണ്ട. ഇല്ല അത് കറക്റ്റ് റൂട്ട് നോക്കണേ. പറ്റലില്ല കാലൊക്കെ വിളിച്ചിട്ട് നോക്കി. പിണ്ടല്ലേ പിണ്ടിക്ക്
വയറ് പറഞ്ഞിട്ടടാ. വയറ് നിറഞ്ഞൊരു ഉറക്കം അത് മസ്റ്റാണെന്ന്. അടിച്ച് ഫിറ്റായിക്കണ പറയില്ലേ. അടുത്ത് മാൻ 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 മാമ മച്ചേ മാമ എന്നൊക്കെ അപ്പുറത്ത് ഇരുന്ന് കാണാം. മാൻ 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 വന്നേക്കണ്ട. മാൻ വന്നു. ഇനി മാൻ കുടിക്കാൻ പോകും. മാൻ 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 കുടിക്കാൻ പോടാ വാടാ. ഒയ്യോ വീഴും. കേറാൻ പറയല്ലേ ഇനി. ആന ലൈറ്റ് കുറഞ്ഞു കാണാം. ഗുഡ് മോർണിംഗ്. ആനക്കുളത്ത് നമ്മളൊരു സ്റ്റേയിലാണ്. ഇവിടുത്തെ വ്യൂ കാണിച്ചു തരാം കേട്ടോ. താഴത്ത് മൊത്തം കാടാ. നമ്മുടെ പൈസ കൂടി ഇരിപ്പുണ്ട്. ഗുഡ് മോർണിംഗ്. 7 മണിക്ക് ഗുഡ് മോർണിംഗ്. ഹായ്. എന്നാടാ ഗുഡ് മോർണിംഗ് ഒന്നുമില്ലേ? കേട്ടില്ല? സത്യം കട്ടൻ ചായയാണ് ഗൈസ്, തെറ്റിദ്ധരിക്കരുത്. കട്ടൻ ചായയാണ് ഗൈസ് അല്ലേ? ഓ അച്ചാറല്ലോ, അച്ചാറല്ലോ, അച്ചാറ് തീർന്ന. ഇവിടുത്തെ സൂപ്പർ വൈബാണ് അല്ലേ? കോടയാണ് കൈസ്. ഇതിൻ്റെ നമ്മൾ സ്റ്റേ ചെയ്യണ റൂമിൻ്റെ ഫ്രണ്ടിൽ തന്നെ കോടയാണ്. കോട അടിപൊളി. ഇല്ല വീഡിയോ പിടിച്ച എവിടെ കാണിച്ചേ? കാണിച്ചേ കാണിച്ചടാ. അത് അല്ല ഇത് കാണിച്ചടാ. നീ കാണിച്ചേ കാണിക്ക്. ഇല്ല കാണിച്ചേ നീ. എവിടെ എവിടെ? ഇത് കണ്ട ഇത് സാധനം കണ്ട? ഞാനൊരു പഴയ ക്ലാസ് എടുത്തപ്പോഴേ ഇത് കണ്ട? ഏടാ കാണിച്ചു കൊടുത്തത്? ലീയുടെ മറ്റേ ഇത് നമ്മളെ തെറ്റിദ്ധരിക്കണ്ട. ഇത് സാധനം വേറെ ഒന്നും അല്ല. ഇത് കണ്ട ലീയുടെ എല്ലാം പറ. ഇല്ല അതെ. എന്താടാ ഇങ്ങനെ ഇരിക്കണ? വിജനത്തിലേക്ക് നോക്കിയാണ? അപ്പൊ അടുത്ത പ്ലാൻ അങ്ങനെ കുളിക്കണ്ടേ? നമ്മുടെ ചെക്ക് ഡാമുണ്ട് ഇവിടെ പോയി കുളിക്കാനായിട്ട്. അല്ല ചെക്ക് ഡാമുണ്ട്. അപ്പൊ മറ്റേ ചെക്ക് ഡാമിൽ പോകണ്ടേ? കുളിക്കണ്ടേ? ഇവിടെ അടുത്ത് തന്നെ അഖിലേ ചെക്ക് ഡാം നോക്കിയിട്ട്. എന്താ നിനക്കെന്താ വെള്ളം അലർജിയാണ്? വെള്ളത്തിൽ ഒഴുകി പോവും. വാട്ടർ പ്രൂഫാണെന്ന്. എന്തുകൂടാ? എന്താടാ എടാ പല്യപ്പം കുളിയൊന്നും ഇല്ലേ? ഇവിടെ ഒരു ചെക്ക് ഡാമുണ്ട്. ചെക്ക് ഡാമിലേക്ക് ഞങ്ങൾ കുളിക്കാൻ വേണ്ടി പോവാണ്. ഇവിടെയാണോ? ഇതാണോ? ഇതാണെന്ന് തോന്നുന്നു. ഇതാണ് ചെക്ക് ഡാം. ഇവിടെ കുളിക്കാൻ പറ്റും. അതെ വണ്ടി അവിടെ ഇടാം. ചെക്ക് ഡാമാണ്. ചെറിയ ഡാമാണ്. ഇത് തന്നെ കുളിക്കണ സ്ഥലം. ഇനി എടുത്ത് വെള്ളത്തിൽ ഇടൂടാ തന്നെ സമയത്തിൻ്റെ കാര്യം പറഞ്ഞാൽ. ഈ ചെക്ക് ഡാമിൻ്റെ അവിടെ നിന്നും മുകളിലേക്കൊരു 3 കിലോമീറ്റർ യാത്ര ചെയ്താൽ നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അതിനുവേണ്ടി പ്രത്യേകം ജീപ്പ് സഫാരി എല്ലാം അവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നതായിട്ട് അറിയാൻ സാധിച്ചു.
അഖിലേ ഇവിടെ അപകടമൊന്നുമില്ല, എവിടെ വേണമെങ്കിലും കുളിക്കാം. ഇല്ല നീന്ത, ഒരപകടമില്ല, നീന്ത. എടാ അപകടമൊന്നുമില്ല, നീ ആ കരപ്പയിരുന്നാൽ എന്നിട്ട് കപ്പിൽ വെള്ളം കോരി കുളിച്ചാൽ മതി. ടയപ്പർ കൊണ്ടുവന്നിട്ടേ ഇത് എന്തായാലും മലയാളികൾ കൊണ്ടുവന്നിട്ടില്ല. ചാടിയിട്ട് ചാടി ചെയ്തിട്ട് തല പോയി ഇടിക്കും അതിൻ്റെ അത്. ഡൈവ് ചെയ്യലോട്ടാ, മറ്റേ മിസ്റ്റർ ബീൻ ചാടി പോലെ ഇരിക്കും. മറ്റേ മിസ്റ്റർ ബീൻ ചാടിയിട്ട് മറ്റേ വെള്ളമില്ലാത്ത അതുപോലെ ഇരിക്കും. അനക്കെന്താ വയ്യേ? ഇല്ല, പുതപ്പൊക്കെ എടുത്തിട്ടുണ്ട്, തലോണി കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണിപ്പാ ബോഡിയിൽ ഇപ്പൊ എന്തിരിക്കണ്? ഇതൊന്നും ആൾക്കാർ കാണാത്തൊന്നും ഇല്ലല്ലോ, അതിൻ്റെ അകത്ത് എക്സ്ട്രാ ഫിറ്റിംഗ് ഒന്നും ഇല്ലല്ലോ. ആടുവാൻ ഞാൻ അവിടെയൊക്കെ പോകുന്ന അങ്ങടൊക്കെ നടന്നിട്ട് വരാം നമുക്ക്. ഓക്കെ, ഇതാരാ? പൂജാരിയാ അമ്പലത്തിൽ ആ തോർത്ത് കൊടുത്തിറങ്ങിയേക്കണ് കാണാൻ. ഇപ്പൊ കൊടുത്ത ഫുഡ് കൊടുത്താ? വേനൽക്കാലമായതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ ഒഴുക്ക് അധികമില്ലാത്തത് കൊണ്ട് തന്നെ ആഴം ഇല്ലാത്ത സ്ഥലങ്ങളാണെന്നാണ് ഇവിടുത്തെ നാട്ടുകാർ പറഞ്ഞറിഞ്ഞത്. അതുകൊണ്ട് തന്നെ ധൈര്യത്തോടെ നമുക്ക് കുളിക്കാനും സാധിക്കും. മഴക്കാലത്ത് ചിലപ്പോൾ ഇതിൻ്റെ അവസ്ഥ ചിലപ്പോൾ മാറുമായിരിക്കും, കാരണം വെള്ളത്തിൻ്റെ വളരെ കുത്തിയൊഴുക്കുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു. പക്ഷെ ഞങ്ങൾ പോയിരുന്നപ്പോഴേക്ക് വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ അധികം വെള്ളം ഉണ്ടായിരുന്നില്ല. കുളിയെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകണം. തിരിച്ചെത്തി ബാഗുകളൊക്കെ പാക്ക് ചെയ്ത് ഉടനെ തിരിച്ചു പോകാനാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇതാണ് കേട്ടോ ഞങ്ങൾ താമസിച്ച സ്ഥലം. ലതീഷും അർജുനൊക്കെ ബാഗുകളൊക്കെ തിരിച്ച് കാറിലേക്ക് വെക്കുന്നതിൻ്റെ തിരക്കിലാണ്. ഇതാണ് കേട്ടോ ഞങ്ങൾ താമസിച്ച റൂം. 2 റൂമുകളാണ് അവർ ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൂമുകളാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. ഞാനും ലഭിച്ചും ഈ റൂമിലായിരുന്നു. ഇവിടെ നിന്നുള്ള വ്യൂ ഒരു രക്ഷയില്ല കേട്ടോ. അത്രയ്ക്ക് മനം കുളിർപ്പിക്കുന്ന കാഴ്ചയാണ് ഇവിടെ നിന്ന് ലഭിക്കുന്നത്. ഇതാ ഇവിടെയാണോ ഞങ്ങളിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചത്. ഇത് കണ്ടോ ഈ ഓപ്പൺ കിച്ചൺ, ഇത് വളരെ രസകരമാണ് കേട്ടോ. ഇതാ ഈ റൂമിലായിരുന്നു അഖിലും അർജുനും താമസിച്ചത്. എന്തായാലും വളരെ നല്ല സൗകര്യമുള്ള ഒരു ഹോം സ്റ്റേ. റോഡിൻ്റെ തൊട്ടരികിൽ തന്നെയാണ് കേട്ടോ ഈ സ്റ്റേ. അതുകൊണ്ട് തന്നെ കാറ് പാർക്ക് ചെയ്യാനും ബൈക്കിൽ വരുന്നവർക്കൊക്കെ വളരെ സൗകര്യപ്രദമാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോകുന്ന വഴി ചെക്ക് ഡാമും നേരെ താഴേക്ക് ഇറങ്ങുന്നത് ആനക്കുളത്തേക്കുമാണ്. ആനക്കുളത്ത് വന്നിട്ട് ഇവിടെ ആർക്കെങ്കിലും താമസിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ
ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവരുടെ കോൺടാക്റ്റ് നമ്പർ കൊടുത്തേക്കാം. ബുക്ക് ചെയ്തിട്ട് വരുന്നതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. ഈ സ്റ്റേയുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് അവരെ നേരിട്ട് കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. സമയത്തിന് ഒരു ഇത് വേണ്ടേ? 1.5 മണിക്കൂർ കൂലി. തനിക്ക് സമയത്തിനൊരു വിലയില്ല. ഞങ്ങളെപ്പോഴും സപ്പോർട്ട് ചെയ്യേണ്ടത് അല്ലടാ, സമയത്തിന് വല്ല വിലയുണ്ടോ തനിക്ക്? 1.5 മണിക്കൂറാ കുളിക്കാം. അതെ, 1.5 മണിക്കൂർ കുളിക്കും. 1.5 മണിക്കൂർ കുളിക്കും. ആ, എന്നിട്ട് സമയമില്ല എന്ന് പറയും. കേറി വാ. അപ്പൊ പോവാ. നാരം കൂടെ ഒക്കെ ഉണ്ടേ. രണ്ട് നാരങ്ങ വാങ്ങിച്ചോ, പിഴിഞ്ഞു കുടിക്കാലോ. എവിടെ? അതൊക്കെ ഇവൻ പിഴിഞ്ഞു കുടിച്ച് രാവിലെ തന്നെ. ഇന്നലെ വൈകുന്നേരം വന്നപ്പോഴേക്കും രാത്രി ആയതുകൊണ്ട് തന്നെ ആനക്കുളത്ത് ആ തോടിനരികേക്ക് ചെല്ലുവാൻ സാധിച്ചിരുന്നില്ല. പെട്ടെന്ന് തന്നെ ആന വന്നല്ലോ. രാത്രി ആന വൈകിയാണ് തിരിച്ചു പോയെങ്കിലും ആ സമയത്ത് അങ്ങോട്ടേക്ക് ഇറങ്ങി ചെല്ലുവാൻ അനുവാദമില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഒന്ന് കണ്ടേച്ച് പോകാമെന്ന് വിചാരിച്ചു. എങ്കിലും എന്തുകൊണ്ടായിരിക്കും ആനകൾ ആ ഭാഗത്തു നിന്ന് ഒരു പ്രത്യേക ഭാഗത്ത്, ആ കുളത്തിലെ ആ തോടിലെ ഒരു പ്രത്യേക ഭാഗത്തു നിന്ന് മാത്രമേ അവറ്റകൾ വെള്ളം കുടിക്കത്തുള്ളൂ? പ്രാദേശിക വിവരം അനുസരിച്ചിട്ട് ആനക്കുളത്തിലെ തോടുവെള്ളത്തിൽ ധാരാളം ധാതുക്കളും ഉപ്പിൻ്റെ അംശങ്ങളും അടങ്ങിയിട്ടുണ്ടെന്നാണ് അറിവ്. അതുകൊണ്ടാണ് കാട്ടാനകൾ പതിവായി ഈ സ്ഥലത്ത് എത്തി വെള്ളം കുടിക്കുന്നത് അത്രേ. പലപ്പോഴും 10 മുതൽ 20 വരെ ആനകൾ ഒരുമിച്ച് എത്തുന്നതായി റിപ്പോർട്ടുകളുണ്ട്. ഇവിടെ സന്ദർശിക്കാൻ ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് ഒക്ടോബർ മാസം മുതൽ മാർച്ച് മാസം വരെയാണ് കേട്ടോ. മഴ വന്നു, മഴ. മഴ തുടങ്ങി ഗൈസ്. മഴ മഴ മഴ, ആനക്കുളത്ത് മഴ. നല്ല മഴയാണ്. പുറത്ത് നമ്മളിവിടെ വണ്ടിക്കറി സെറ്റ് ഇടി കൊടുക്കാം. സെറ്റ് നല്ല ഇടി കൊടുക്കാം. ഇടി കൊടുക്കുമ്പോൾ വേണ്ട ചെവി അടഞ്ഞിട്ട് വെള്ളം കയറിയിട്ട് അപ്പൊ പ്രശ്നമില്ല. നിനക്ക് ഇടി കൊടുക്കുമ്പോൾ വേണ്ട. ഗുഡ് ഡേ വ്ളോഗ്സിൻ്റെ യാത്രകൾ ഇവിടെ അവസാനിക്കുന്നില്ല. മറ്റൊരു മനോഹരമായ വീഡിയോയുമായി വരുന്നതുവരെ ഞാൻ സിനൂപ് ദിവാകർ സൈനിങ് ഔട്ട്.